കൊന്നിച്ചോ മിനസാൻ നമ്മുടെ മുറിം സൈക്കോപാത്തിന്റെ എപ്പിസോഡ് 3ന്റെ മലയാളം മാൻഹോ എക്സ്പ്ലനേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഞാൻ എന്തായാലും ഈ വീഡിയോ നേരത്തെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കുകയാണ്. പക്ഷേ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ഓഗസ്റ്റ് 20-ാം തീയതി ആയിരിക്കും. ആൻഡ് ഇത് ഞാൻ കംപ്ലീറ്റ്ലി ഷെഡ്യൂൾ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. നിലവിൽ ഞാൻ എന്തായാലും ഒരു ട്രിപ്പ് പോയിരിക്കുമായിരിക്കും. ആ സമയത്ത് നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് മിസ്സാകാതിരിക്കാൻ വേണ്ടി ഞാൻ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിരിക്കുന്ന വീഡിയോസാണ്. അടുത്ത 6 ദിവസത്തേക്ക് നിങ്ങൾക്ക് എന്തായാലും എല്ലാ ദിവസവും കൃത്യം 5 മണിക്ക് തന്നെ മുറിം സൈക്കോപാത്തിന്റെ ഓരോ എപ്പിസോഡ് വെച്ച് കിട്ടുന്നതായിരിക്കും. അങ്ങനെ ഈ എപ്പിസോഡ് തുടങ്ങാൻ നേരത്ത് കഴിഞ്ഞ എപ്പിസോഡിൽ അവൻ കൊന്ന അവനോടെ നിൽക്കുകയാണ്. സത്യം പറഞ്ഞാൽ ആ ശവത്തെ നോക്കിക്കൊണ്ട് അവനോടെ ഇരിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇവനെപ്പോലൊരുത്തനെ കൊല്ലുന്നത് വേർത്തായിട്ട് പോലും പറയാൻ പറ്റത്തില്ല. എന്നാൽ ഒരു സാധനം എനിക്ക് കൺഫേം ചെയ്യാനുണ്ട്. ഇൻവെന്ററി. പെട്ടെന്നാണ് ഒരു ഇൻവെന്ററി അവിടെ ഓപ്പൺ ആയത്. ഇവിടെ എന്തോ ഡിഫറൻ്റ് ആയിട്ടില്ലേ? മുറിം ഓൺലൈൻ ഗെയിമിൻ്റെ അകത്താണെങ്കിൽ ഓരോ സ്ലോട്ടിലും ഓരോ ഐറ്റംസ് കാണും. അതുപോലെയായിരുന്നു ഇൻവെന്ററി. പക്ഷേ ഇത് കംപ്ലീറ്റ്ലി ഒരു ലാർജ് ഓപ്പൺ സ്പേസ് എന്ന പോലെ. ഇതെന്താണെന്ന് പറഞ്ഞ് അവൻ അതിലേക്ക് കൈയിട്ട് നോക്കിയപ്പോഴോ അത് അകത്തേക്ക് പോയി. അല്ല, അപ്പോൾ ഇതിൻ്റെ അകത്ത് അത്യാവശ്യം മാസീവ് ഉള്ളൊരു പ്ലേസ് ആണോ? എന്നിട്ട് അവൻ ആ ശവശരീരം നോക്കൂ. ആ, എന്തായാലും ഗെയിം അല്ലേ, എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞ് അവൻ്റെ തലയിലേക്ക് ആ കൈ എടുത്ത് വെച്ചിട്ട് പറയും ചെയ്യും, സ്റ്റോർ ഇൻ ഇൻവെന്ററി. അടുത്ത സെക്കൻഡ് അവൻ്റെ ശവശരീരം നേരെ ആ ഒരു ഇൻവെന്ററിയുടെ അകത്തേക്ക് കയറിപ്പോയി. ആ ശവശരീരം മാത്രമല്ല, അവൻ്റെ രക്തം വരെ വളരെ ക്ലീൻ ആയിട്ട് അതിനകത്തേക്ക് കയറിപ്പോയി. എന്താണ് ഈ കണ്ടത്? അത്ര വലിയ ശവശരീരം അതിൻ്റെ ഉള്ളിലേക്ക്. ചുരുക്കം പറഞ്ഞാൽ ഇത് ശരിക്കും നല്ലൊരു യൂസ്ഫുൾ ഉള്ള എബിലിറ്റി തന്നെയാണ്. അല്ല, ജീവനുള്ള വസ്തുക്കൾ അത് ഇതിൻ്റെ അകത്ത് കിടക്കുവോ? അതെന്തായാലും ഒന്ന് നോക്കണം. ഞാൻ ചുരുക്കം പറഞ്ഞാൽ കുറച്ചുകൂടെ എക്സ്പെരിമെന്റ് ചെയ്യാനുണ്ട്. പിന്നെ കാണിക്കുന്ന പിറ്റേ ദിവസം രാവിലെയാണ്. അവനാട്ടെ അവിടെ നിന്ന് തൂത്തോണ്ടിരിക്കുകയാണ്. അവൻ പലരെയും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഇതേ സമയത്താണ് ഒരാൾ അവൻ്റെ പുറകിൽ കൂടെ വന്ന് അവൻ്റെ തലയുടെ അവിടേക്ക് വന്ന് അവൻ്റെ തല നോക്കി ഒരു അട്ടി വെച്ച് കൊടുക്കുകയും ചെയ്തു. ഡാ പൊട്ടാ, നീ പൊട്ടനാ എന്നല്ല ഞാൻ കേട്ടത്. നിനക്കൊന്നും ഇപ്പൊ സംസാരിക്കാൻ പറ്റത്തില്ലേ? പെട്ടെന്ന് അവനൊരു പൊട്ടനെ പോലെ തന്നെ ചിരിച്ച് കാണിച്ചു കൊടുത്തു. വിഡ്ഢി, നിനക്ക് സംസാരിക്കാനേ പറ്റത്തില്ല. നിനക്ക് ഭ്രാന്താണെന്ന് തോന്നുന്നു. ദേ, ആ കാണുന്ന കുതിരനെ കണ്ട, അതിനെ എത്രയും പെട്ടെന്ന് ഒന്ന് നടത്തിയിട്ടൊക്കെ വാ. അവനൊരു പൊട്ടനെ പോലെ തലയാട്ടി കാണിക്കുകയും ചെയ്തു. ഓ, വിവരദോഷിയൊക്കെ ഒന്നാമത് ഇവനെ കൊണ്ടൊരു ഉപയോഗമില്ല, അതിൻ്റെ ഇനി സംസാരിക്കുന്നില്ലെന്നും പറഞ്ഞ് അവൻ ദേഷ്യപ്പെട്ട് അവിടുന്ന് പോകും. എന്നാൽ പിന്നെ കാണിക്കുന്ന ആ കുതിരയായിട്ട് അവൻ മുറിമിലൂടെ നടക്കുന്നതാണ്. അവിടെ കടകളും കുറേയധികം ആൾക്കാരും ഉണ്ടായിരുന്നു. ആൻഡ് ആ കൂട്ടത്തിൽ അവൻ പെട്ടെന്ന് ഒരാളെ ശ്രദ്ധിച്ചു. അത് കുറച്ചധികം പിള്ളേരാണ്. അതിൻ്റെ അകത്ത് ഒരുത്തനായിട്ട് ഒരു കല്ല് അവൻ്റെ തല നോക്കി എറിഞ്ഞ് ആ തല പൊട്ടി ചോര ഒലിക്കുകയും ചെയ്തു. വിഡ്ഢി സോസം, അവന് നോക്കിയേ, അവനിപ്പോൾ സംസാരിക്കാൻ പോലും പറ്റിയില്ലെന്ന് പറഞ്ഞ് ആ പിള്ളേരെല്ലാം കൂടെ അവൻ്റെ നെഞ്ചത്തേക്ക് കയറിയപ്പോ അല്ല സോസാം, അടുത്ത സെക്കൻഡിലാണ് അവൻ തുറിച്ച് പിള്ളേരെ നോക്കിയത്. അവർക്ക് പോലും അത് വിശ്വസിക്കാൻ പറ്റാഞ്ഞുകൊണ്ട് അവന്മാരെ കണ്ണ് തിരുമ്മി നോക്കിയപ്പോൾ അവൻ വീണ്ടും ഒരു പൊട്ടനെക്കൂട്ട് അഭിനയിച്ചു. അല്ല, ഇത് ഹ, ശരിയാണ്, അവൻ ശരിക്കൊരു പൊട്ടനാണ്. അവൻ പൊട്ടനാന്ന് പറഞ്ഞ് വീണ്ടും പിള്ളേരെ സോസാമിന്റെ നേരെ കല്ലെറിഞ്ഞു. എന്നാൽ ആ വേദനയും ആ ഒരു ദേഷ്യം എല്ലാം അവൻ കടിച്ചമർത്തി പിടിച്ച് അവിടെ നിന്നു. പിന്നെ കാണിക്കുന്നത് അവൻ നേരെ മുന്നിലേക്ക് വന്നതാണ്. ഹാ, എന്ത് കോപ്പാണ്! ആ മാച്ചിലിനടിയെ പറഞ്ഞാണ് ആ വെപ്പൺസ് ഒക്കെ ക്ലീൻ ചെയ്യണമെന്ന്. അത് മാത്രമല്ല, ആ ഡോങ്ങ അവൻ എവിടെ പോയി കിടക്കാണ്? കുറച്ച് ദിവസമായിട്ട് എന്നെ കണ്ടില്ലല്ലെന്നും പറഞ്ഞ് അവൻ ആ സ്ഥലത്തേക്ക് വന്നു. നായിൻ്റെ മോൻ വല്ലയിടത്തും പോയി ചത്ത് കിടക്കുകയാണെന്നും പറഞ്ഞ് പെട്ടെന്ന് അവിടേക്ക് ചെന്നപ്പോഴാണ്, അല്ല, നീ എന്താടാ ഇതിൻ്റെ അകത്തുനിന്ന് വരുന്നത്? എന്നാൽ ആ സമയത്താണ് അവനത് ശ്രദ്ധിക്കുന്നത്. അതിൻ്റെ അകത്ത് മുഴുവൻ അവൻ ക്ലീനാക്കി വെച്ചിരിക്കുന്നു. അല്ല, നീയാണത് ക്ലീൻ ചെയ്തത്? പൊട്ടനെ പോലെ തന്നെ അവൻ കിടന്ന് തലയാട്ടാൻ തുടങ്ങി. ഇവൻ കംപ്ലീറ്റ്ലി മാറിപ്പോയല്ലോ. നേരത്തെ ഇവൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവൻ സത്യം പറഞ്ഞാൽ ഒരു മനുഷ്യനായോ? ഈ ടൈമിൽ അവനൊരു പൊതിയെടുത്ത് കാണിച്ചു കൊടുത്തു. അല്ല, ഇതെന്താടാ? തുറന്നു നോക്കിയപ്പോൾ അതിൻ്റെ അകത്ത് സ്വർണ്ണ നാണയങ്ങളാണ്. പെട്ടെന്ന് അവൻ ഞെട്ടിത്തെറിച്ചു. എടാ പൊട്ടങ്ങണാപ്പാ, നിനക്കപ്പോൾ ഇതൊക്കെ മനസ്സിലായി തുടങ്ങിയില്ലേ? ഇതെന്തായാലും കൊള്ളാം, ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ് അവൻ്റെ മുഖത്തിട്ട് ഒരു അടി വെച്ച് കൊടുത്തു. എന്നിട്ട് ആ സ്വർണ്ണ കിഴിയായിട്ട് അവൻ മുന്നിലേക്ക് പോയി. സോസാമാട്ടെ ഒന്നും മിണ്ടാതെ അത് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. ശരിക്കും ഒരു വിട്ട് തന്നെ. നിന്നെ കാത്തിരിക്കുന്ന എന്താന്ന് അധികം വൈകാതെ അറിയാൻ സാധിക്കും. കൊള്ളാം കൊള്ളാം, എൻ്റെ പോക്കറ്റ് എന്തായാലും ഫുള്ളാണ്. അപ്പോൾ പിന്നെ ഈ പൈസ ഞാൻ ഒരു കാര്യം ചെയ്യാം, അവിടേക്ക് പോകാമെന്ന് പറഞ്ഞ് അവനാട്ടെ അവിടെയുള്ള ഫീനിക്സ് ടാവറിനിലേക്ക് ചെല്ലുകയും ചെയ്യും. അല്ല, ഇതാര്? മാച്ചിലാണോ? വരണം. പെട്ടെന്ന് പോയി എന്നെ ചോസിയോന്റെ അടുത്തേക്ക് കൊണ്ടു ചെല്ല്. അല്ല, നിന്റെ യൂഷ്വലി അങ്ങല്ലേ? ചോസിയോൻ എന്ന് പറഞ്ഞു കേട്ടില്ലേ? ചോസിയോൻ. പെട്ടെന്ന് അവനൊന്ന് തുറച്ചു നോക്കി. എന്തിനാണ് ഇങ്ങനെ നോക്കുന്നത്? എൻ്റെ പൈസ ഉണ്ട്, പൈസ ഉള്ളവരണല്ലേ വന്നത്. ഓ, പൈസ ഉണ്ടല്ലേ? ഓ, ശരി. ഒരു കാര്യം ചെയ്യ്, രണ്ടാമത്തെ റൂമിലേക്ക് പോയിരുന്നോ? അവളെ ഞങ്ങൾ എന്തായാലും അവിടേക്ക് അയച്ചേക്കാം. പിന്നെ കാണിക്കുന്നത് അവൻ ആ റൂമിൽ പോയിരിക്കുന്നതാണ്.
പെട്ടെന്നാണ് അതും തുറന്ന് അവൾ വന്നത്. എന്നോട് ക്ഷമിക്കണം, ഞാൻ അകത്തേക്ക് കടക്കുവാണ്. ഞാനാണ് ജോസിയോൺ. ആ, ശരിയാണ്, പറഞ്ഞതുപോലെ തന്നെ. ഇവളെന്ത് സുന്ദരിയാണെന്ന് നോക്കണേ. ആ, കുഴപ്പമില്ല ബാബാ, ഇവിടെ ഒന്നിരി, ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു തരട്ടെ. അവനട്ടെ കംപ്ലീറ്റ്ലി ഹാപ്പി ആയിരുന്നു. അവൾ ആ വെള്ളം ഒഴിച്ച് കൊടുക്കുകയും ചെയ്യും. കൊള്ളാം കൊള്ളാം, നീ ഒഴി ഒഴി. അല്ല, നീ ശരിക്കും സുന്ദരിയാണല്ലോ. ഇതേ സമയത്താണ് അവൻ സംസാരിക്കുന്നതിൻ്റെ പുറകിൽ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ഭിത്തിയിൽ ചെറിയൊരു ദ്വാരമുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ ഒരു കണ്ണ് കാണാനും സാധിക്കുന്നുണ്ട്. ആ കണ്ണ് അവരെ ഉള്ളിഞ്ഞ് നോക്കുകയാണ്. ആൻഡ് അത് നമ്മുടെ സോസാമിൻ്റെ കണ്ണുകളായിരുന്നു. ആൻഡ് അതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നത്. നെക്സ്റ്റ് എപ്പിസോഡ് നാളെ തന്നെ റിലീസാകുന്നതായിരിക്കും.